ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രീ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്നാക്കുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവയാണ്. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ റവയൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായി ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവയൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ റവയൊന്ന് വേവിച്ചെടുക്കാം. റവ പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കൂല്ലേ, അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ റവ വേവിച്ചെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് മതി. അപ്പോഴേക്കും നമ്മുടെ റവയിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി റവ നന്നായിട്ട് വെന്ത് വരും. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റവ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ആറി വരാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ആണ്. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വഴറ്റൊന്നും വേണ്ട. ക്യാരറ്റിന്റെ ആ പച്ച ചൊവയില്ലേ, അത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. അന്നപ്പം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വഴന്നു വരും. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇത് ഒരുപാട് ചൂടൊന്നും ആറണ്ട. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും ഒന്ന് ചൂടാറിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും നമ്മുടെ ഈ റവയും കൂടി ഒന്നിക്കുമ്പോൾ നല്ല കളറാണ് ഇത് കാണാന്. അതേപോലെ നല്ല ടേസ്റ്റും ആണ്. ഇനി നമുക്ക് സ്പൂണും കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിക്ക് എരിവ് കുറവാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയുടെ ഒക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കരുത്, ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ റവയും ക്യാരറ്റും പിന്നെ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ, അതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ നല്ല പോലെ ഇത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ഷേപ്പ് ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പം ഇതുപോലെ നീളത്തിൽ ഒരു ഷേപ്പാണ് ആക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കട്ട്ലറ്റിന്റെ ഷേപ്പിലൊക്കെ ഇത് ആക്കിയെടുക്കാം. ഞാനിവിടെ ഫുള്ളും ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളിത് ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു പോകും. ഞാൻ ആദ്യം ഇത് ഫ്രൈ ചെയ്തപ്പം കുറേ അങ്ങനെ പൊടിഞ്ഞു പോയി. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇത് ഇളക്കി കൊടുക്കരുത്. ഒരു ഭാഗം മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 വട്ടം മറിച്ചിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. സോസിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പം തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.